ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഇപ്പോൾ ജോലിക്കൊക്കെ പോയോ? കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കാണുമല്ലേ? അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ ഉച്ചക്കത്തേക്കൊക്കെ എല്ലാം ആയോ? രാവിലെയൊക്കെ എല്ലായിടത്തും ഇപ്പോൾ റെഡിയാവും. പിന്നെ ഇന്ന് എന്താണെന്ന് വെച്ചാൽ തൻകുട്ടിയുടെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. തൻകുട്ടീനെ നമ്മൾ രാവിലെ ഒരു ദേവനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും കുളിപ്പിക്കും. എല്ലാ ദിവസവും അങ്ങനെയാണ്. കുളിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ പാല് കൊടുക്കുന്ന സമയത്താണ് കൂടുതലും നമ്മൾ പിരിയവും കണ്ണൊക്കെ എഴുതുന്നത്. ഇന്ന് പക്ഷെ വഴക്കായതുകൊണ്ട് എഴുതിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞ് എഴുതാൻ പാടില്ല, അതുകൊണ്ട് തൊട്ടി കിടത്തിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരു 11:30 ആയപ്പോഴത്തേക്കും അവൾ എണീറ്റപ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, മുഖത്ത് നമ്മൾ ഒന്നും പിരികൊന്നും എഴുതിയില്ല. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് കാണിക്കാം കേട്ടോ. ഹലോ, അപ്പം ഇതാ പെട്ടെന്നൊരുക്കി ഒന്നിനും സമ്മതിക്കത്തില്ല. ഐലൈനർ കൈ പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ചിങ്കാറ് കൈ കൊടുത്തിട്ടാണ് ഐലൈനർ മേടിച്ചെടുത്തത്. നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് കൺമേഷ് ഉപയോഗിക്കുന്നില്ല. ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് കൺമേഷും പൗഡറും ഒന്നും ഒന്നൊരു കൂടുമെന്നാണ് പറയുന്നത്. അപ്പം ഒരാഴ്ചയായിട്ട് ജലദോഷവും ചുമയും നോബിലൈസേഷൻ എൻ്റെ ഇതാണെന്ന് തോന്നുന്നു. നോബിലൈസൊക്കെ എടുക്കുമായിരുന്നു വീട്ടിൽ 3 നേരം. ഇന്നൊരു വല്ലാത്തൊരു കാലാവസ്ഥയാണ്. ഇന്നലെ വൈകിട്ട് ഒരു 12:30 തൊട്ട് നല്ല മഴയും ഇടിയൊക്കെ ആയിരുന്നു. 3:45 ഇപ്പം നല്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പൊതുവേ ഒരു തണുത്ത കാലാവസ്ഥയാണ്. പിന്നെ എല്ലാവരുടെയും അങ്ങോട്ടൊക്കെ ഇന്നലെയൊക്കെ മഴയായിരുന്നു. മൈക്കോ ഒന്നും വയ്ക്കാത്തതുകൊണ്ടല്ല കേട്ടോ, എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്. പൊതുവേ എൻ്റെ കുഞ്ഞിലെ തൊട്ടേ എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്, മാറിയിട്ടില്ല. അപ്പം തനിക്കുട്ടി ഇപ്പം ചെറുതായിട്ട് നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തേട്ടാ അമ്മ എന്നല്ല അഞ്ഞ അങ്ങനെയൊക്കെ പറയും. ഉമ്മ വരാൻ പറയുമ്പോഴത്തേക്ക് ഓടി വന്ന് വഴ വയ്ക്കും. അതൊന്ന് ഡാൻസ് കളിക്കാവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇങ്ങിട്ട് തലയൊക്കെ ഇട്ട് ആട്ടും. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസമാണ്. മറ്റൊരു 2 പേരും ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ തറവാട്ടിലായിരുന്നു. അപ്പം കൂടുതലും ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുമായിരുന്നു. ഇപ്പോൾ ഇവളുമായിട്ട് തന്നെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പാത്രം കഴുകുവാണെങ്കിലൊക്കെ ഇവിടെ എഴുന്നേറ്റിരിക്കുവാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും മുട്ടുന്നുണ്ടോ അങ്ങനെയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ മറ്റവരുടെ അത്ര വഴക്കൊന്നുമില്ല, കുഴപ്പമില്ല, കിടന്നോളും. പിന്നെ അവരുടെ അത്രയൊന്നും വെയിറ്റ് ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് എപ്പോഴും വരും കേട്ടോ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, വല്ല ഡാൻസ് ഒന്ന് കളിക്കാമെന്ന് ചോദിച്ചു നോക്കാം. സുന്ദരിക്കുട്ടി, ഒന്ന് ഡാൻസ് കളിക്കാവോ? ഒന്ന് ഡാൻസ് കളിച്ചേ, ഒന്ന് തലയിട്ട് അടിക്കാതെ. ഓണം ഒന്ന് കളിച്ചേ, കാണിച്ചേ. ഇടയുവാണ്. ഹായ്. ഞങ്ങളുടെ ഏറ്റവും ഒരു ആശ്വാസം എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പം ഇരിക്കുന്നത് താഴത്തെ ഫ്ലോറിലാണ്. നമ്മുടെ ഒരു ഊഞ്ഞാലുണ്ട്, പിന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെളിയിൽ നിന്ന് ആർക്കെങ്കിലും വന്നാലുള്ള ഈ ഒരു സ്റ്റെയർ കണ്ടോ, അങ്ങോട്ടേക്കുള്ളത്. അപ്പുറത്ത് കാണുന്ന നമ്മുടെ അനിയൻ്റെ പറമ്പാണ്. അവിടെ ഇപ്പോൾ തറ കെട്ടിക്കൊണ്ടിരിക്കുന്നു, വീട് പണി ഇതിവിടെ. അപ്പോൾ ഈ മതിൽ കെട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ ഈ ടാങ്കൊക്കെ താഴെ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊക്കെ സെറ്റാക്കണം. പിന്നെ പൊതുവേ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മണ്ണെടുത്തിട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ മണ്ണെടുത്തിട്ടൊരു ഫ്ലോട്ടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് പൊതുവേ നമുക്ക് അത്രയും ചൂടില്ല, തണുത്ത കാലാവസ്ഥയാണ്. ഈ ഒരു ഫ്ലോട്ട് മാത്രം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വീടിരിക്കുന്ന ചുറ്റും മാത്രം. ഇത് മുറ്റത്തോട് ഇറങ്ങിയ ചൂടാണ്. നമുക്ക് ഈ ഊഞ്ഞാൽ ഇവിടെ കണ്ടോ, ഈ ഊഞ്ഞാലിൻ്റെ പോർഷനൊക്കെ ഇതിപ്പോൾ നമ്മളെ മേലിൽ സ്റ്റെയറിൻ്റെയൊക്കെ കമ്പിയൊക്കെ മിച്ചം വന്നപ്പോഴത്തേക്കും ഇത് തന്നൂട്ടിയുടെ അച്ഛൻ തന്നെ ഫിറ്റ് ചെയ്തെടുത്താൽ കേട്ടോ. ഈ ഊഞ്ഞാൽ നമ്മളതിങ്ങോട്ട് മാറിയപ്പോൾ തന്നെ ഇത് ഫിറ്റ് ചെയ്തത് ഒരു ആശ്വാസമാണ്. വൈകിട്ട് നമ്മൾ ഉറക്കമൊക്കെ വരാതിരിക്കുമ്പോൾ തന്നൂട്ടിയുടെ അച്ഛൻ ഇതിനകത്ത് വന്നിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ചെടികളൊക്കെ നിൽപ്പുണ്ട്. തനിക്കുട്ടിയോട് നമുക്ക് ചോദിച്ചു നോക്കാം, ഡാൻസ് കളിക്കുമോ? ഒന്ന് ഡാൻസ് കളിക്കാവോ? ഡാൻസ് കളിക്കാവോ? ഓണമുണ്ട് പൂക്കളമൂട്, ഓണമുണ്ട് പൂക്കളമൂട്. ഇത് കളിച്ചേ, ഇങ്ങനെ തലയിട്ടിന്ന് കാണിച്ചു തന്നെ. ഇത് കളിച്ച് അത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അപ്പം തിന്നെ ഒന്ന് കൈ വിട്ടാവോ? അപ്പം തിന്നാൻ കൈ വിട്ടി കാണിക്കാവോ? അപ്പം തിന്നാൻ കൈ കൊട്ട്.
കാക്ക വരുന്നത്, കാക്കയമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. ആ കാക്കയമ്മ എന്തി ആ കാക്കയമ്മ വരുന്നുണ്ട്. അപ്പം തിന്നാൻ കൈ കൊട്ടിക്കോ. അപ്പം തിന്നാൻ എങ്ങനെ കൈ കൊട്ടുന്നേ? അപ്പം തിന്നാൻ കൈകൊട്ട്. ആ അപ്പം തിന്നാൻ കൈകൊട്ട്. ആ അതൊന്ന് ഡാൻസ് കളിക്കാവോ? തനിക്കുട്ടിയുടെ രണ്ടാമത്തെ ചാനലില്ല ഹർഷൂട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയാം, അമ്മ എപ്പോഴും ഈ വട്ടപ്പൊട്ടൊന്നും തൊടരുത് കേട്ടോ. അമ്മ യൂട്യൂബിന് അതൊക്കെ പിള്ളേർ ഒരുക്കുന്ന കണ്ടില്ലേ, അതുപോലെ നല്ല ഡിസൈനിലുള്ള പൊട്ടൊക്കെ തുടിക്കും. അവൻ്റെ ഒരു ഇഷ്ടത്തിനാട്ടോ ഇങ്ങനെ ഒരുക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ രണ്ടുപേരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ കൂടെയാണ് പോകുന്നിടം വരെ. വായിക്കാനൊക്കെ പറഞ്ഞ് പുസ്തകമൊക്കെ ഏൽപ്പിച്ചിട്ട് പോകും. പക്ഷെ നമ്മൾ തിരിഞ്ഞു വന്ന് നോക്കുമ്പോൾ ഇവളെ എന്തെങ്കിലും കളിപ്പിക്കും. പക്ഷെ ഇരിക്കുന്ന ഒന്നും നല്ലതാണ്. കാരണം വെച്ചാൽ ഇവളിപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പുറകോട്ട് മറിഞ്ഞ് തലയിടിക്കും. എപ്പോഴും തലയിടിച്ച് കരയാനേ നേരമുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ കുറച്ചും കൂടെ നേരത്തെ വീഡിയോ ഇട്ടേനെ. ഉറങ്ങി എണീറ്റ് ഇപ്പം പാല് കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പം മൂത്രമൊഴിച്ചാണ് എഴുന്നേറ്റത്. അപ്പം നമ്മൾ അത് ഷഡ്ഡിയൊക്കെ മാറിക്കഴിഞ്ഞ സമയത്ത് പാമ്പർ പൊതുവെ ഉപയോഗിക്കാറില്ല. ഒരിടത്തും പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. വൈകിട്ടാണെങ്കിലും ഒരു 2 പ്രാവശ്യമൊക്കെ മൂത്രം ഒഴിക്കുകയുള്ളൂ. അപ്പോൾ നിക്കറങ്ങ് മാറുകൊണ്ട് ഒരു ഷീറ്റ് നമ്മൾ ബെഡിൽ ഇട്ടിട്ടുണ്ട്. അതങ്ങോട്ട് കളയുകയാണ് ചെയ്യുന്നത്. കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ഹർഷൂട്ടനൊക്കെ പാമ്പർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മൾ ആ വീട്ടിലായിരുന്ന സമയത്ത് അനിയൻ്റെ കൊച്ചുമൊക്കെ ഒരാഴ്ച കഴിക്കുമ്പോൾ ഒത്തിരി ഉണ്ട്. ഇത് കത്തിക്കാനും ഒക്കെ ഭയങ്കര പാടാണ്. നമുക്ക് എങ്ങും കൊണ്ട് കളയാനും പറ്റത്തില്ലല്ലോ. വല്ലയിടത്തും പോകുമ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ. അപ്പം എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് പാല് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പിയിട്ടു. അപ്പം ഞാൻ ഈ മൂത്രം ഒഴിച്ചുകൊണ്ട് ഇത് മാറിയ സമയമായതുകൊണ്ട് ഞാൻ പുതിയ ഷഡ്ഡിയൊന്നും ഇടിയിച്ചില്ലായിരുന്നു. അപ്പോൾ ആ ബെഡ്ഷീറ്റിൽ മുഴുവനായി. പിന്നെ അതെല്ലാം മാറ്റിയിട്ടാണ് പിന്നെ ഇത് ചെയ്യാൻ ഒരുങ്ങിയത്. നമ്മളൊരു തുടക്കക്കാരാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം. പിന്നെ നമ്മളെ സബ്സ്ക്രൈബർ അല്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ. അപ്പോൾ ഇവൾ ഡാൻസ് കളിക്കുന്ന രക്ഷയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരു ഡാൻസ് കളിക്കാവോ? ആ ഒരു ഡാൻസ് കളിക്ക്. ചില സമയത്താണ് ഇപ്പം അച്ഛൻ്റെ അച്ഛൻ വന്ന് ചോദിക്കും, ചാച്ചനോട് ഡാൻസ് കളിച്ച് കാണിക്കാമെന്ന്. തലയിട്ടാട്ടുമ്പോൾ ഡാൻസ് കളിച്ച് കാണിക്കും. ഒരു മൂഡല്ല കുഞ്ഞുങ്ങൾക്ക്. നല്ല രസമാണ്. ഞാൻ നേരത്തെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ ജൂലൈ 17-ാം തീയതിയാണ് ഇവിടെ കോട്ടയം തലയിലപ്പറമ്പ് വൈക്കം ഒരു ജ്വല്ലറിയിൽ വെഡ്ഡിങ് സെക്ഷനിലായിരുന്നു. അപ്പോൾ അവിടുന്ന് റിസൈൻ ചെയ്തു. പെൺകുട്ടിയായ പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പം വീട്ടുകാര്യങ്ങളും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി വീട്ടിലിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കൂടുതലും നമ്മൾ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ജോലിയിലായിരുന്ന സമയത്ത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫോൺ നമ്മുടെ സാറിൻ്റെ ക്യാബിനിൽ മേടിച്ച് വയ്ക്കും. നമ്മൾ ഫുൾ ടൈം ടെലികോളിങ്ങും മാർക്കറ്റിങ്ങും ആയിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ അപ്പം ഞാനങ്ങനെ യൂട്യൂബും കാര്യങ്ങളോ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ സംഭവം വീഡിയോ ഉണ്ടോയെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നോ എന്തെങ്കിലും മേക്കപ്പൊക്കെ ചെയ്യുന്നതോ ചുരിദാറിൻ്റെയോ അങ്ങനെയൊക്കെ ഒരു വീഡിയോ കാണാറുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പം പ്രഗ്നൻ്റായി വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്നോ ഒക്കെ മനസ്സിലായത്. അതുകൊണ്ട് എല്ലാം ചെയ്ത് എല്ലാം തന്നെ കുറേയൊക്കെ ദേവൻകുട്ടൻ എനിക്ക് പറഞ്ഞു തരും. അമ്മ ഇങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ടേ, അതായത് മേക്ക് ഓവർ ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു തരും. അപ്പം ഞാൻ തന്നെ ഇരുന്ന് കണ്ടുപിടിച്ചാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അപ്പം മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനിയിപ്പം വീഡിയോ ചെയ്ത് കഴിഞ്ഞ് അന്നേരം തന്നെ ഇവിടെ പഞ്ഞപ്പുല്ലിന് കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് തനിക്കുട്ടിക്ക് കൊടുക്കണം. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ മേളത്തെ ഫ്ലോറിലോട്ട് പോയി. മേളത്തെ നെല്ലിന് മാത്രമേ നമ്മൾ ടൈൽ ഇട്ടിട്ടുള്ളൂ. ഇവിടുത്തെ ഫ്ലോറിലെല്ലാം നമ്മൾ ഇങ്ങനത്തെ പഴയ നമ്മുടെ സിമെൻറ്റിൻ്റെ ടൈൽ ഇതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മേളത്തെ നെല്ലിടുമ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് ഓടി നടക്കാനൊക്കെ പറ്റും. അപ്പോൾ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഫ്രീ ആവുമല്ലോ. ആ സമയത്താണ് ഞാൻ 2-3 ജോഡി ഡ്രസ്സും ഒക്കെ ആയിട്ട് പോയിട്ടാണ് ഷോർട്സൊക്കെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ പോരായ്മകളുണ്ട്. ഇവളെ ഇട്ടേച്ചൊരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മിക്കപ്പോഴും ഞാൻ എളിയിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നത്. നമ്മൾ വീഡിയോയിൽ എൻഗേജ്ഡ് ആകുമ്പോൾ കൊച്ചെങ്ങാനും വല്ലതും ഇപ്പോൾ സ്റ്റെയറിൻ്റെ അടിയിലൊക്കെയാണ് സ്പേസ് ഉണ്ടെങ്കിൽ താഴെ പോവുകയോ വീഴുകയോ മുട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതുകൊണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കൂടുതൽ വഴക്കാവുന്ന സമയത്ത് എളിയിൽ കയറ്റി ഇരുന്നുകൊണ്ട് കൂടുതലും വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു കുറച്ച് തനിക്കുട്ടിയായിട്ടുള്ള വിശേഷങ്ങൾ.
അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു പുതിയൊരു മിനി വ്ലോഗുമായിട്ട് കാണാം. ഓക്കെ, ബൈ.